ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ 10 മിനിറ്റ് കൊണ്ട് നല്ല സോഫ്റ്റും പഞ്ഞു പോലുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് അരി അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അവിലാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അവിലിലുള്ള കച്ചറയൊക്കെ പോയി നല്ല വൃത്തിയിൽ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിതാ നമ്മൾ റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണ്. അതൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അതും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തൈരാണ് ചേർക്കുന്നത്. നല്ല കട്ട തൈരാണ്, അധികം പുളിയൊന്നും ഇല്ലാത്ത നല്ല കട്ട തൈര്. അതും 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളെടുക്കുന്ന തൈര് അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നല്ല ടേസ്റ്റാണ്. വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലത്തെയാണ്. അപ്പോൾ ഇതിൽ പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ദോശയിൽ കുറച്ചൊക്കെ പുളി ഉണ്ടാവും. അപ്പോൾ പുളിയില്ലാത്ത തൈരാണ് ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഇതാ 5 മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടയായിട്ടുണ്ട്. നമ്മളിത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ ഒഴിച്ചെടുത്ത റവയൊക്കെ നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം മിക്സിയിലോട്ട് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് എത്രമാത്രം കട്ടില്ലാന്ന് ദോശ വേണ്ട ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പോളം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കട്ടിയിലാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മിക്സിയിലോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എടുത്ത വെള്ളം 1.5 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓവർ ലൂസാക്കി എടുക്കാൻ പാടില്ല നമ്മുടെ മാവ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി ചൂടായ ഒരു പാനിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യെല്ലാം തടവി കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസിയാണ് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ ഒന്ന് പരത്തിയെടുക്കാതെ ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുത്താലുണ്ടല്ലോ കുറച്ചും കൂടെ സോഫ്റ്റും കട്ടിയായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ തന്നെ മതി. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കേ. ഇതുപോലെയുള്ള വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.